ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യോഗ, ഇറ്റ്സ് മീനിങ്, കൺസെപ്റ്റ്, ഡെഫിനിഷൻസ് ആൻഡ് എയിംസ്. Nowadays, life has become very busy and stressful. Many people suffer from stress, anxiety, obesity, diabetes, back pain, and a lack of concentration. In such a situation, yoga acts as a natural solution for maintaining ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ വെൽബീങ്. അതായത് ഇന്നത്തെ കാലത്ത് ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര തിരക്കേറിയതും ഭയങ്കര സ്ട്രെസ്സ് നിറഞ്ഞതുമായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ സ്ട്രെസ്സും ആൻസൈറ്റിയും പൊണ്ണത്തടിയും ഡയബറ്റീസും ബാക്ക് പെയിനും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഇല്ലായ്മയും ഇതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിലൊക്കെ യോഗ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സൊല്യൂഷനാണെന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും സ്പിരിച്വലായിട്ടും എല്ലാം കൊണ്ടും നല്ലൊരു ജീവിതം കൈവരിക്കാനായിട്ട് യോഗ നമ്മെ സഹായിക്കും. എന്തുകൊണ്ടാണ് യോഗ ആളുകൾക്ക് ആവശ്യമാവുന്നത്? ഇൻ ടുഡേയ്സ് മോഡേൺ വേൾഡ്, പീപ്പിൾ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ദെയർ ടൈം സിറ്റിംഗ് യൂസിങ് മൊബൈൽ ഫോൺസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. This reduces physical activity and affect both physical and mental health. അതായത് ഇന്നത്തെ ഈ ഒരു ആധുനിക കാലത്ത് ആളുകൾ കൂടുതൽ സമയം മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് കൊണ്ട് സ്പെൻഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും എന്തില്ല, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. അതുകൊണ്ട് അതവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ അവരുടെ ആരോഗ്യത്തെ വളരെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ യോഗ ചെയ്യുകയാണെങ്കിൽ യോഗ ഹെൽപ്പ് ടു ഇംപ്രൂവ് ഫിസിക്കൽ ഫിറ്റ്നസ്, ശാരീരികമായിട്ടുള്ള ഫിറ്റ്നസ് ഒക്കെ ഉണ്ടാവാനായിട്ട് യോഗ സഹായിക്കും. റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി, നമ്മളുടെ സ്ട്രെസ്സും അതുപോലെ തന്നെ ആൻസൈറ്റി ഒക്കെ കുറയ്ക്കാൻ യോഗ സഹായിക്കുന്നതാണ്. ഇൻക്രീസ് കോൺസെൻട്രേഷൻ ആൻഡ് മെമ്മറി. ഇപ്പോൾ പഠിക്കുകയാണെന്ന് തന്നെ വിചാരിക്കുക. പഠിക്കുമ്പോഴൊക്കെ ഒരു മൊബൈൽ ഫോണിലൊരു നോട്ടിഫിക്കേഷനൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അതിലേക്ക് പോകും. അതായത് നമുക്കൊരു കോൺസെൻട്രേഷന് ഇല്ലാതാവുകയാണ്. അപ്പോൾ നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കോൺസെൻട്രേഷൻ അധികമാവും. അതുപോലെ തന്നെ മെമ്മറി പവർ, ഓർമ്മശക്തിയൊക്കെ കൂട്ടാനൊക്കെ യോഗ സഹായിക്കുന്നുണ്ട്. ഇംപ്രൂവ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ബാലൻസ്. യോഗ ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിനൊക്കെ നല്ല വടിവും അതുപോലെ തന്നെ നല്ല ഫ്ലെക്സിബിൾ, നന്നായിട്ട് മടങ്ങാനും ഒടിയാനും. അതായത് തീരെ ഒന്നും ചെയ്യാതെ ഫോണിൽ കളിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ വർക്കോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരില്ലേ. അതൊക്കെ ഒന്ന് ശരിയാവാനായിട്ട് യോഗ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്. അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ കാലൊക്കെ ഫ്ലാറ്റായിട്ടായിരിക്കും കാൽപാദം ഉണ്ടാവുക. അങ്ങനത്തെ ആൾക്കാരൊക്കെ യോഗ ചെയ്യുകയാണെങ്കിൽ, യോഗയിൽ ചില പോസ്റ്റേഴ്സ് ഉണ്ട്, നമുക്കിനി ഡിസ്കസ് ചെയ്യാം. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ നമ്മളുടെയൊക്കെ കാല് ശ്രദ്ധിച്ചാലും കാലിൻ്റെ ഇടയിൽ ചെറിയൊരു കർവുണ്ട്. ആ കർവ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബാലൻസ് കിട്ടുള്ളൂ. അല്ലാതെ ഫ്ലാറ്റായിട്ടുള്ള ഫുട്ടാണെങ്കിൽ നമുക്ക് ബാലൻസ് കിട്ടാതെ നമ്മൾ പെട്ടെന്ന് തന്നെ വീഴാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാൻ നമ്മളെ യോഗ ഹെൽപ്പ് ചെയ്യും. പ്രൊമോട്ട് ഓവറോൾ ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. അതായത് യോഗ ചെയ്യുകയാണെങ്കിൽ ഓവറോളായിട്ട് മൊത്തത്തിലൊരു ആരോഗ്യം മെച്ചപ്പെടാനും സന്തോഷം കൈവരിക്കാനൊക്കെ സഹായിക്കും യോഗ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മീനിങ് ഓഫ് യോഗ, യോഗയുടെ അർത്ഥം. ദ വേർഡ് യോഗ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ സംസ്കൃത് റൂട്ട് വേർഡ് യുജ്, വിച്ച് മീൻസ് ടു ജോയിൻ, യുണൈറ്റ് ഓർ ഇൻറ്റിഗ്രേറ്റ്. യോഗ എന്ന് പറയുന്ന പദം, അതായത് വേർഡ്, സംസ്കൃതത്തിലെ യുജ് എന്ന റൂട്ട് വേർഡിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ടു ജോയിൻ, ചേർക്കുക, യുണൈറ്റ്, ഒന്നിപ്പിക്കുക, അതല്ലെങ്കിൽ ഏകീകരിക്കുക, അതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. യോഗ റെഫേഴ്സ് ടു ദ യൂണിയൻ ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സോൾ. യോഗ എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഒക്കെ ഒരു യൂണിയനാണ് യോഗ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൺസെപ്റ്റ് ഓഫ് യോഗ, യോഗയുടെ ആശയം. യോഗ ഈസ് നോട്ട് മിയർലി എ ഫിസിക്കൽ എക്സസൈസ്, ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് വേ ഓഫ് ലൈഫ്. അതായത് യോഗ എന്ന് പറയുന്നത് വെറും ഒരു വ്യായാമം മാത്രമല്ല, അതെന്തുകൂടിയാണെന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് വേ ഓഫ് ലൈഫ്. അതൊരു ടോട്ടലായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണെന്നാണ് പറയുന്നത് യോഗ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ യോഗ ചെയ്യുമ്പോഴും ഒരുപാട്
എന്താ പറയുക ടൈപ്സ് ഉണ്ട്. നമ്മളെപ്പോഴും ഒന്നിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകണം. അപ്പോഴാണ് നമുക്ക് ബെറ്റർ റിസൾട്ടൊക്കെ കിട്ടുക. അല്ലാതെ ഇന്ന് ഞാൻ ഇത് ചെയ്തു നാളെ വേറൊന്ന് ചെയ്തു അതിൽ കാര്യമില്ല. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഒരു കാര്യം അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് കാലത്തിനെങ്കിലും ഒരു രീതി ഫോളോ ചെയ്യുക. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാക്കിയിട്ട് യോഗനെ മാറ്റുക. അപ്പോഴാണ് നമുക്ക് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടുന്നത്. ഇറ്റ് ഹെൽപ്പ് ഇൻഡിവിജ്വൽ അച്ചീവ് ഹാർമണി ബിറ്റ്വീൻ ബോഡി, മൈൻഡ്, ഇമോഷൻസ് ആൻഡ് സ്പിരിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ നമ്മളെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും എല്ലാത്തിനും ഒരു ഐക്യവും ഒരു ഹാർമണിയൊക്കെ കൊണ്ടുവരാൻ യോഗ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യോഗ പ്രൊമോട്ട് ഫിസിക്കൽ ഹെൽത്ത്, ശാരീരികമായിട്ടുള്ള ആരോഗ്യം, മെൻ്റൽ പീസ് എന്ന് പറയുമ്പോൾ മാനസികമായിട്ടുള്ള സമാധാനം, ഇമോഷണൽ സ്റ്റെബിലിറ്റി, സ്പിരിച്വൽ ഗ്രോത്ത്, അതായത് ആത്മീയമായിട്ടുള്ള വളർച്ച, ഇമോഷണലായിട്ടുള്ള സ്റ്റെബിലിറ്റി, അതായത് നമ്മുടെ വികാരങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുക, അതൊക്കെ നമുക്ക് യോഗയിലൂടെ കിട്ടുന്നുണ്ട്. ഇനി നോക്കാൻ പോകുന്നത് ഡെഫിനിഷൻസ് ഓഫ് യോഗ, യോഗയുടെ നിർവചനങ്ങൾ. അത് നമുക്ക് പതഞ്ജലി, അതുപോലെ തന്നെ ലോർഡ് കൃഷ്ണ, സ്വാമി വിവേകാനന്ദ, ഇവർ 3 പേരും പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസൊക്കെ ഒന്ന് നോക്കാം. അക്കോർഡിംഗ് ടു പതഞ്ജലി, യോഗ ഈസ് ദ സെസേഷൻ ഓഫ് ദ ഫ്ലക്ച്വേഷൻസ് ഓഫ് ദ മൈൻഡ്. അതായത് ഫ്ലക്ച്വേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാഞ്ചാട്ടങ്ങൾ എന്നൊക്കെയാണ്. അതായത് മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളെ നിയന്ത്രിക്കുന്നതാണ് യോഗ എന്ന് പറയുന്നത്. അങ്ങനെയാണ് പതഞ്ജലിയുടെ അഭിപ്രായം. ഇനി നോക്കാൻ പോകുന്നത് ലോർഡ് കൃഷ്ണ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. യോഗ ഈസ് സ്കിൽ ഇൻ ആക്ഷൻ. യോഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രവർത്തനങ്ങളിലെ മികവാണ് യോഗ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സ്വാമി വിവേകാനന്ദ, യോഗ ഈസ് ദ ഇൻറ്റിഗ്രേഷൻ ആൻഡ് ഹാർമണി ബിറ്റ്വീൻ തോട്ട്, വേർഡ് ആൻഡ് ഡീഡ്. അതായത് ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവയുടെ ഒരു സമന്വയം, അതായത് ഒരു ഹാർമണി, ഇൻറ്റിഗ്രേഷൻ, ഐക്യം, ഇതൊക്കെയാണ് യോഗ എന്ന് പറയുന്നത്. ഇനി നോക്കാൻ പോകുന്നത് എയിംസ് ഓഫ് യോഗ, യോഗയുടെ ലക്ഷ്യങ്ങളാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. ടു അച്ചീവ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത്, അതായത് ഫിസിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഫിറ്റ്നസ്സും ഹെൽത്ത്, ആരോഗ്യം അച്ചീവ് ചെയ്യാൻ. ടു ഡെവലപ്പ് മെൻ്റൽ പീസ് ആൻഡ് കോൺസെൻട്രേഷൻ, മാനസികമായിട്ടുള്ള സമാധാനവും കോൺസെൻട്രേഷനും കൂട്ടാൻ വേണ്ടിയിട്ട്. ടു കൺട്രോൾ ഇമോഷൻസ് ആൻഡ് റെഡ്യൂസ് സ്ട്രെസ്സ്, നമ്മളുടെ ഇമോഷൻസ്, വികാരങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ടു ഇംപ്രൂവ് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് സെൽഫ് കോൺഫിഡൻസ്, നമ്മളുടെ അച്ചടക്കം കൊണ്ടുവരാനും അതുപോലെ തന്നെ കോൺഫിഡൻസ്, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് യോഗ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു പ്രൊമോട്ട് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്, ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് യോഗ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ടു അച്ചീവ് ഹാർമണി ബിറ്റ്വീൻ ബോഡി, മൈൻഡ് ആൻഡ് സോൾ, മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഒക്കെ ഇടയിലൊരു ഹാർമണി, അതായത് ഒരു ഐക്യമൊക്കെ കൊണ്ടുവരാൻ യോഗ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗ ഈസ് എ സയൻറ്റിഫിക് ആൻഡ് ഹോളിസ്റ്റിക് അപ്രോച്ച് ടു ഹെൽത്തി ലിവിങ്. ഇറ്റ് ഹെൽപ്പ് അസ് മെയിൻറ്റെയിൻ ബാലൻസ് ഇൻ എവറി ആസ്പെക്റ്റ് ഓഫ് ലൈഫ് ആൻഡ് ലെഡ് us ടുവേർഡ്സ് എ ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ ഫ്യൂച്ചർ. അതായത് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സയൻറ്റിഫിക്കും അതുപോലെ തന്നെ ഹോളിസ്റ്റിക്കും ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ഒരു രീതിയാണ് യോഗ എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു ഹാപ്പിയർ ആയിട്ടുള്ളൊരു ഭാവി ഉണ്ടാവാനായിട്ട് യോഗ വളരെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.